ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വിനയൻ താൻ മനസ്സിൽ കരുതിയിരുന്ന കാര്യം അങ്ങ് നടപ്പിലാക്കിയിരിക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, തൻ്റെ ഇരട്ട പെൺമക്കളെ അവരുടെ മുത്തശ്ശൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തൽക്കാലം തടി തപ്പിയിരിക്കുകയാണ് കേട്ടോ. ഇവരാണെങ്കിലോ വിചാരിച്ചിരിക്കുന്നത് രണ്ടുപേർക്കും പനി ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വരുന്ന വഴി വിനയൻ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണെന്നാണ്. അമ്പിളിയും രഘുവും അനന്തമാഷും ഇപ്പോൾ ദാസ് സാറിൻ്റെ വീട്ടിലാണല്ലോ താമസം. അവിടേക്കാണ് വിനയൻ വന്നതും മക്കളെ അവിടെ ഏൽപ്പിച്ചതും. മരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. താൻ പോയിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഇനി വീട്ടിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിനയൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം തന്നെ അമ്പിളി പറയുകയും ചെയ്തു, അയ്യോ വിനയ, മക്കൾക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയാം കേട്ടോ. അത് അമ്പിളി ചേച്ചി ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ, നീ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അമ്പിളി ഭക്ഷണം ഉണ്ടാക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ വിനയം പെട്ടെന്ന് എണീറ്റ്, എന്നാ അച്ഛാ, എന്തായാലും മക്കൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ടേ കട വരെ ഒന്ന് പോകണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാമെന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അനന്തമാഷും പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്പിളിയോടും ഇതേ കാര്യം പറഞ്ഞിട്ട് വിനയം പോകാൻ നിൽക്കുകയാണ്. അപ്പം തന്നെ അമ്പിളിക്ക് ചെറിയൊരു പരുങ്ങൽ തോന്നിയെങ്കിലും അമ്പിളി വിനയോടിനോട് പറഞ്ഞു, വിനയ 3 മണിയാകുമ്പോൾ എനിക്ക് ലച്ചുമോളെ വിളിക്കാൻ വേണ്ടിയിട്ടേ സ്കൂൾ വരെ പോകാനുള്ളതാ, നീ അതിനു മുന്നേ വരണം. അമ്പിളി ചേച്ചി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം, അമ്പിളി ചേച്ചി ടെൻഷൻ ആവണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ വിനയൻ അവരോട് യാത്ര പറഞ്ഞ് പോയി. ഇതേ സമയത്ത് വിനയൻ്റെ വീട്ടിലാണെങ്കിലോ അമ്മാവനും വിനയൻ്റെ അമ്മയും ആകെ ടെൻഷനിലാണ്. പ്രത്യേകിച്ച് വിനയൻ്റെ അമ്മ കേട്ടോ. ഈ വിനയൻ ഇത് എന്ത് പറ്റി? അവൻ ആദ്യമായിട്ട് ആ പെൺമക്കളെ കാര്യത്തിലൊരു ഉത്തരവാദിത്തം കാണിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ എന്തോ ആകെ ടെൻഷനാവുന്നു. ചീരുവിനോടുള്ള ദേഷ്യം തീർക്കുന്ന പോലെ അവനിപ്പോൾ പലതും ചെയ്തു കൂട്ടുന്നത്. അതാ എൻ്റെ സംശയം. നീ ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ടെന്ന് അമ്മാവൻ പറയാൻ കേട്ടോ. എന്തായാലും അവൻ മക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉത്തരവാദിത്തം കാണിച്ചല്ലോ. അവൻ ആ സ്നേഹവും കരുതലൊക്കെ ഉള്ളതുകൊണ്ടല്ലേ മക്കളെ അവൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കൂടെ പോവായിരുന്നോ അവൻ്റെ കൂടെ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ലതികയുടെ മുഖം ആകെ ടെൻഷനായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വിനയൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടത് കേട്ടോ. കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിനയൻ വീട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നിൻ്റെ മോൻ വന്നല്ലോ, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ വിനയൻ വേഗം വണ്ടിയൊക്കെ നിർത്തി അടുക്കളയിലേക്ക് തന്നെയാണ് കേട്ടോ കയറി വന്നത്. ചായ ആയില്ലേ അമ്മയെന്നൊക്കെ ചോദിച്ച് ചായ എടുക്കാൻ പറയാം. അപ്പോഴേക്ക് ലതിക ചുറ്റും നോക്കുക, എവിടെടാ മക്കളെവിടെ, എൻ്റെ മക്കളെവിടെ? നീ അവരെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതല്ലേ, എന്നിട്ട് എന്താ അവരെ അവിടെ അഡ്മിറ്റ് എങ്ങാനും ചെയ്തോന്നൊക്കെ ചോദിക്കാം കേട്ടോ. അഡ്മിറ്റ് ചെയ്യാനോ? ഞാൻ അവരെ ഡോക്ടറെയൊക്കെ കാണിച്ചു, ഞാനേ എല്ലാം ചെയ്തിട്ട് തന്നെയാണ് വന്നതെന്ന് പറയാം കേട്ടോ. എന്നിട്ട് മക്കളെവിടെ? നീ അവരെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ എന്ന് ചോദിക്കാം കേട്ടോ. ഞാനെന്തിനാ അവരെ കൊണ്ടുപോയി കളയുന്നത്? അവരെ ഞാനേ നല്ല സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. സുരക്ഷിതമായ സ്ഥലമോ? നീ എന്തൊക്കെയാണ് വിനയ ഈ പറയുന്നത്? ഞാൻ അവരെ അനന്തമാഷിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. നീ എന്തൊരു മഹാഭാവാടാ ചെയ്തത്. അനന്തമാഷ് ഈ 2 പെൺമക്കളെ എന്ത് ചെയ്യാനാ? അങ്ങേരെ എങ്ങനെയാണ് നോക്കുക? അങ്ങേരെ ഒറ്റയ്ക്കല്ലേ അവിടെ ഉള്ളത്? അല്ല, അങ്ങേര് മാത്രമല്ല, അമ്പിളി ചേച്ചിയും രഘുവേട്ടനും അവിടെയുണ്ട്. അമ്പിളി അവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താനേടാന്ന് ചോദിക്കാം കേട്ടോ. പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, 5 പെൺമക്കളെ പോറ്റി വളർത്തിയ ആളാണ് അനന്തമാഷ്. അങ്ങേർക്ക് ഈ 2 മക്കളെ നോക്കാനൊന്നേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിനയം പറയാം കേട്ടോ. എന്നാലും എൻ്റെ വിനയ, അനന്തമാഷ് അങ്ങേരുടെ ഉത്തരവാദിത്വം കൊണ്ടാണ് 5 പെൺമക്കളെ നോക്കി വളർത്തിയത് എന്ന് കരുതി നിൻ്റെ മക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും അങ്ങേർക്കില്ല. നിൻ്റെ മക്കളെ നീ തന്നെയാടാ നോക്കേണ്ടത്. ഞാൻ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ വിജയ് മോനെ അവരുടെ പനി എങ്ങാനും കിട്ടിയാലോ എന്ന് എനിക്ക് വല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് അവരുടെ അസുഖം മാറട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് വിനയം പറയാണ് കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് വിനയൻ അങ്ങോട്ട് കയറിപ്പോയി. ലതിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ലംബോദരൻ അമ്മാവനാണെങ്കിൽ ലതികയെ സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടോ. എൻ്റെ ലതിക, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, എന്തായാലും മക്കളുടെ അസുഖം മാറട്ടെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമല്ലോ. അങ്ങനെ വിനയൻ്റെ മനസ്സിലിരിപ്പൊന്നും അറിയാതെയാണ് അമ്പിളിയും അനന്തമാഷും ഒക്കെ അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതേ സമയത്ത് ലച്ചുമോളെ സ്കൂളിലേക്ക് വിടാൻ പോയ നമ്മുടെ രഘു ആണെങ്കിലോ അവിടെ വെച്ചിട്ട് നമ്മുടെ അനുപമയെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വിനയൻ രാവിലെ വീട്ടിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അമ്മാവൻ ഞങ്ങളോട് നല്ലപോലെയാണ് പെരുമാറുന്നത് എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ രഘു പറയുന്നുണ്ട്. രഘു ആണെങ്കിലോ ഓഫീസിൽ വീണ്ടും പോകാനും തുടങ്ങി. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ അനുപമ നമ്മുടെ സുശീലയുടെ വീട്ടിലേക്ക്, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ അതേ സമയത്ത് അവിടെ മറ്റൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം എന്താ പറയുക, പ്രതിഭയുടെ അച്ഛനാണ് കേട്ടോ. പ്രതിഭയുടെ അച്ഛനെ കണ്ടതും നമ്മുടെ സുശീല വന്നു, ഇതാര്
സുധനോ കുറേ കാലമായാലും ഇങ്ങോട്ട് കണ്ടിട്ടെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ആ ഞാനും കുറച്ച് നാളായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശേഖരനിലെത്തിയിട്ടോ. ഓ എൻ്റെ ചേച്ചി എന്നാൽ പിന്നെ അങ്ങേരെ അങ്ങ് ഒഴിവാക്കി വിടരുതോ, നാട്ടിൽ പല വർത്താനങ്ങളാണ് പറയുന്നത്. ഭർത്താവ് വന്നതിന് ശേഷം ചേച്ചി ഒന്ന് ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നവരും ഉണ്ട്. പുറത്ത് കെട്ടിയിരിക്കുന്ന പട്ടിയെ പോലെയാണ് ചേച്ചി ഭർത്താവിനെ കാണുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. ആകെ നാണക്കേടാ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ സുശീല പറഞ്ഞു, ആ രണ്ടാമത് പറഞ്ഞതാ, അയാൾക്ക് ഇവിടെ ഒരു പട്ടിയുടെ വില പോലുമില്ല. എൻ്റെ പൊന്ന് ചേച്ചി അങ്ങനെയൊന്നും പറയാതെ, ആകെ നാണക്കേടാവും എന്നൊക്കെ പറയാം കേട്ടോ. എന്ത് നാണക്കേട്, എന്നാൽ ഇയാൾക്ക് പോയിക്കൂടെ, എന്നാൽ ചേച്ചിക്ക് ഇയാളെ വല്ല അനാഥ മന്ദിരത്തിലും ആക്കിക്കൂടെ. അയ്യടാ അങ്ങനെ സൂഹിക്കാനേ ഞാൻ അയാളെ അനുവദിക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഞാനേ എങ്ങനെയെങ്കിലും അയാളെ ഇവിടുന്ന് തുരത്തും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീയും അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ സുധനോട് പറയാം കേട്ടോ സുശീല. ഓ എൻ്റെ പൊന്നു ചേച്ചി, നമ്മളെക്കാൾ ഗതികെട്ട ഒരാളെ നാശം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലേ ചിലപ്പം ദൈവം അതേ അവസ്ഥയിൽ നമ്മളെ കൊണ്ടു നിർത്തുന്നു സുധൻ പറയാണ് കേട്ടോ. പിന്നെ അല്ല ചേച്ചി, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാ വന്നത്. പ്രതിഭയുടെ കാര്യം, അവൾ എത്ര നാളായി അവിടെ നിൽക്കുന്നു. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്, അവൾക്കൊരു കുഴപ്പമില്ല. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങി മോൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന്. അപ്പം നിനക്ക് പറഞ്ഞാൽ പോരെ അവൾ വല്ല ട്രീറ്റ്മെൻറ്റിലും ആണെന്ന്. അതൊക്കെ എത്ര കാലം പറഞ്ഞു നിൽക്കും. എന്തായാലും ഇനി അവളും കൂടി ഇങ്ങോട്ട് വരാത്തൊരു കുറവേ ഉള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്, അവൾ ഇവിടെയല്ലേ ജീവിക്കേണ്ടത്, ഇവിടുത്തെ മരുമോളല്ലേ, ഇവിടുത്തെ മൂത്ത മരുമോൾ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടല്ലോ. ആദ്യം ഇയാളൊന്നും ഒഴിഞ്ഞു പോട്ടെ, അല്ലാതെ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാലേ ഇവളും അനുപമയും കൂടി ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെ അങ്ങ് സുഖിച്ചു പോയാലേ ഇയാൾ പിന്നെ ഇവിടുന്ന് പോകത്തുമില്ല എന്ന് സുശീല പറയാം കേട്ടോ. എന്ന് കരുതി എത്ര നാളെന്ന് കരുതിയാ എൻ്റെ മോൾ അവിടെ നിൽക്കുക. ചേച്ചി എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയാം കേട്ടോ. തീരുമാനം എടുക്കാനൊന്നുമില്ല, ഇയാൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ട് വരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിലേ നിന്റെ മോളുടെ സ്വഭാവം അറിയാലോ, ഇങ്ങനെ ഒരാളെ പുറത്താക്കാനൊന്നേ അവൾ കൂട്ടി നിൽക്കൂല. അവളെ ഇവിടെ വന്ന് ആ അനുപമ പറയുന്നതൊക്കെ കേട്ട് ഇയാൾക്ക് ഓരോന്ന് സൗകര്യം ചെയ്തു കൊടുക്കുകയുള്ളൂ. എൻ്റെ മോൾക്ക് ഇച്ചിരി മനുഷ്യപ്പറ്റുണ്ടായിപ്പോയി, അതിനിപ്പോൾ എന്ത് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾ തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ സുധനാകെ ടെൻഷനിലായിട്ടോ. അല്ല എന്നാൽ പിന്നെ ഞാൻ അയാളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ, ഇറങ്ങിപ്പോയ അയാൾ നിങ്ങൾക്കൊക്കെ ഒരു ശല്യമാണെന്ന് ഞാൻ ഇതിൻ്റെ അപ്പുറമൊക്കെ അയാളോട് പറഞ്ഞാ സുധ. അയാൾക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ, അയാൾ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകത്തില്ല. അതെങ്ങനെയാ, എല്ലാത്തിനും കാരണം അനുപമ ഒരുത്തിയാ. അവളാണ് ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറയാം കേട്ടോ. എന്തായാലും ഞാനും ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് സുധൻ പോയിട്ട് ശേഖരൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ശേഖരൻ പറഞ്ഞു, പ്രതിമ മോളുടെ അച്ഛനല്ലേ. അതെങ്ങനെ മനസ്സിലായി, അകത്ത് സംസാരം കേട്ടു. അപ്പോൾ ചെവിക്കും കണ്ണിനും ഒന്നും കുഴപ്പമില്ല. ഈ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അനുഭവിക്കാനുള്ളതുകൊണ്ടായിരിക്കും കണ്ണിനും കാതിനും ഒന്നും വലിയ കുഴപ്പമില്ലാന്ന് ശേഖരനും പറയാം കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാ, എങ്ങോട്ടെങ്കിലും പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ശേഖരനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പ്രതിമ മോൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ, അവളെയും കൂടി ഒന്ന് കാണുന്നുണ്ട് എന്നൊക്കെ ശേഖരൻ പറഞ്ഞപ്പോൾ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. താങ്കൾ ഇവിടുന്ന് പോവാതെ പ്രതിഭയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സുശീല സമ്മതിക്കൂല. എന്തിനാ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് വല്ല പൈസയും വേണമെങ്കിലേ ഞാൻ ഈ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് വാങ്ങിത്തരാം, അതൊക്കെ അവർ തരും. നിങ്ങൾ വേറെ എവിടെയും പോയി സമാധാനമായിട്ട് ജീവിക്കുക. എനിക്ക് ആരുടെയും പൈസയും ഒന്നും വേണ്ട. എനിക്ക് ഇനിയൊരു യാത്ര ഉണ്ടെങ്കിൽ അത് മണ്ണിലേക്കാ, മരണത്തിലേക്കാ. അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനും ആരും എനിക്ക് വേണ്ടി ഒന്നും ചിലവാക്കേണ്ടി വരില്ല എന്നൊക്കെ ശേഖരൻ പറയാം കേട്ടോ. അപ്പോഴാണ് ഗേറ്റ് തുറന്ന് അനുപമ വരുന്നത് കേട്ടോ. അപ്പോൾ അവളെ കണ്ടതും സുധൻ പറഞ്ഞു, ഇനി എനിക്ക് പറയാനുള്ളതേ ഞാൻ അവളോട് പറഞ്ഞോളാം എന്ന് പറയാണ്. അങ്ങനെ ചെന്നിട്ട് അനുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. സുധൻ അങ്കിളെപ്പോഴും വന്നു, ഞാൻ കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. അമ്മയെ കണ്ടില്ലേ? കണ്ടു. ഞാൻ പിന്നെ ഈ പുറത്തുള്ള അയാളോടൊന്ന് സംസാരിക്കുകയായിരുന്നു എന്ന് പറയാം കേട്ടോ. ആണോ, എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനോ? മോള് ഇയാളെ അച്ഛൻ എന്നാണോ വിളിക്കുന്നത്? അതെ, ഇന്ദ്രേട്ടൻ്റെ അച്ഛൻ എനിക്ക് അച്ഛനല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. പക്ഷെ അതൊന്നും ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ മോളെ. അച്ഛൻ എന്നുള്ളത് ആരും അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്കിൾ, അതൊരു സത്യമല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. മോൾ എന്തിനാ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഇയാളിവിടെ ഉണ്ടായാലേ എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. സുശീല പറഞ്ഞതേ ഇയാൾ ഇവിടുന്ന് പോവാതെ പ്രതിഭയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നാ. അതിന് അമ്മയല്ലല്ലോ അവളെ കല്യാണം കഴിച്ചത്, സത്യനല്ലേ. അങ്കിള് സത്യനോട് കാര്യം പറയുന്നത് പറയാം കേട്ടോ. അപ്പോഴേക്കും സുശീല അങ്ങോട്ട് വന്നു കേട്ടോ. എടാ സുധാ, ഇവള് പറയുന്നത് കേട്ടിട്ടേ നീ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. പിന്നെ നിന്റെ മോൾ ഒരിക്കലും ഇവിടെ കാലുകുത്തലുണ്ടാവില്ല എന്നൊരു ഭീഷണിപ്പെടുത്തലാണ് കേട്ടോ.
എടി അനുപമേ, നിനക്ക് വേണമെങ്കിൽ നീ ആരെയും അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഒക്കെ കരുതി തലേ കൊണ്ട് നടന്നോ എന്ന് കരുതി വേറെ ഉള്ളവരെ കൊണ്ടും അതുപോലെ ചെയ്യിപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്നൊക്കെ പറയാണ്ടോ. അതല്ലെങ്കിൽ എനിക്കറിയാം നല്ല കാര്യമൊന്നും ചെയ്യാനേ അമ്മ സമ്മതിക്കത്തില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അനുപമ അകത്തേക്ക് പോയിട്ടോ. എടി എടിയെന്നും വിളിച്ചിട്ട് സുശീല പിറകെ പോയെങ്കിലും അനുപമ സുശീലയെ മൈൻഡ് ചെയ്യാതെ പോയിട്ടോ. അങ്ങനെ അനുപമ റൂമിൽ പോയിട്ട് ജനലൊക്കെ തുറന്ന് ഇങ്ങനെ റൂമിലേക്ക് വെളിച്ചമൊക്കെ വരാൻ വേണ്ടി ജനലൊക്കെ തുറന്നിടുക. ആ സമയത്ത് സുധൻ സുശീലയോട് ഒന്നുകൂടി പറയാൻ കേട്ടോ, പ്രതിഭയുടെ കാര്യം ഞാൻ പറഞ്ഞത് ചേച്ചി ഒന്നുകൂടി ആലോചിക്കണമെന്ന്. ആ ശരി, സത്യനോട് ഞാൻ വന്ന കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് സുധൻ യാത്രയായി. അങ്ങനെ നമ്മുടെ അനുപമ കതക് തുറന്നപ്പോൾ കാണുന്നത് ശേഖരൻ അലക്കാനുള്ള മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അത് കണ്ടതും അയ്യോ അച്ഛന് വയ്യാത്ത കൈയും വെച്ച് എങ്ങനെയാണ് അലക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്തായാലും അലക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അനുപമ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ശേഖരൻ്റെ അടുത്ത് നിന്നിട്ട് അച്ഛൻ ഈ കൈ വെച്ച് അങ്ങോട്ടാ, മോളെ ഡ്രസ്സെല്ലാം മുഷിഞ്ഞു, അച്ഛനെങ്കിൽ തന്നെ ഞാൻ അലക്കി തന്നേക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ് കേട്ടോ. ശേഖരൻ ഒരുപാട് എതിർത്ത് നോക്കിയെങ്കിലും ഇവിടെ എല്ലാവരും വാഷിംഗ് മെഷീനിലല്ലേ അലക്കുന്നത്, അത് ഞാൻ അതിലിട്ട് അലക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശേഖരൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ശേഖരൻ വിചാരിക്കുന്നുണ്ട്. തക്ക സമയത്ത് അടുക്കളയിൽ എത്തിയപ്പോഴേക്കും സുശീല കണ്ടുപിടിച്ചിട്ടോ. എടി ഇയാളുടെ ഡ്രസ്സ് എങ്ങാനും നീ വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ അന്ന് നിൻ്റെ അവസാനമായിരിക്കും എന്നുള്ള രീതിയിലാണ് സുശീല സംസാരിക്കുന്നത്. എന്നിട്ട് അനുപമയുടെ പിറകെ പോവുകയും ചെയ്തു കേട്ടോ. നീ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ഈ വീടിൻ്റെ പുറത്തുള്ള ഒരാളുടെ വസ്ത്രമൊന്നും ഇവിടെ അലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുശീല വാശി പിടിക്കാൻ കേട്ടോ. അതിന് അച്ഛനിപ്പോൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത്, പിന്നെ എന്താണെന്നൊക്കെ അനുപമ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സുശീല സമ്മതിക്കുന്നില്ല. അവസാനം എന്തായാലും ഇങ്ങനെയൊരു നാശം കെട്ടവളായിപ്പോയല്ലോ, എനിക്ക് ഈ കല്ലിൽ അലക്കുന്നതിനെ അമ്മയുടെ സമ്മതം വേണ്ടല്ലോ എന്ന് അനുപമ ചോദിക്കാൻ കേട്ടോ. ഞാൻ അതിനും നിന്നെ സമ്മതിക്കൊന്നുമില്ലടി, പക്ഷെ ഞാനത് സമ്മതിച്ചില്ലെങ്കിലേ നീ ഇയാളുടെ ഡ്രസ്സും എടുത്ത് വല്ല തോട്ടിലോ പറമ്പിലോ പോയി അലക്കും, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന എനിക്കറിയാം. ഈ അഴുക്കത്തുണിയൊക്കെ എടുത്തിട്ട് ആളോട് നീ എൻ്റെ മോൻ്റെ കൂടെ കഴിയുന്നതെന്നുള്ള രീതിയിലൊക്കെ സുശീല സംസാരിക്കാൻ കേട്ടോ. അക്കാര്യത്തിൽ എന്തായാലും ഇന്ദ്രേട്ടൻ എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ മനസാക്ഷി ഇല്ലായ്മ എന്തായാലും ഇന്ദ്രേട്ടനില്ല. നിങ്ങൾക്ക് പുറത്ത് കിടക്കുന്ന ആൾ വേലക്കാരനോ ജോലിക്കാരനോ ആയിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ എത്ര അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ മക്കളുടെ അച്ഛനല്ലാതെ ആയി മാറില്ല എന്ന് അനുപമ പറയാൻ കേട്ടോ. അങ്ങനെ എന്തായാലും അനുപമ ശേഖരൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുക തന്നെയാണ് കേട്ടോ. പക്ഷെ അനുപമ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്ദ്രൻ വരുമ്പോൾ കാണുന്നത് കേട്ടോ. അനുപമ ഇങ്ങനെ ഇയാളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നത് കണ്ട് ഇതിനൊട്ടും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. മുഷിഞ്ഞ ഒരു വസ്ത്രങ്ങളൊക്കെ അനുപമ അലക്കി അവളുടെ മേലൊക്കെ അതിൻ്റെ അഴുക്ക് പറ്റിയിട്ടുണ്ടാവുന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ ഇന്ദ്രൻ എന്തോ ഒരു അറപ്പുളവാക്കുകയാണ് കേട്ടോ. അങ്ങനെ അനുപമ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് അതൊക്കെ അയലിൽ ചിക്കി കഴിഞ്ഞ് ഇന്ദ്രൻ വന്നത് കണ്ടതും ഇന്ദ്രന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഭക്ഷണം സെർവ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ അനിഷ്ടം കാണിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ ആകെ ചടച്ചിട്ട് അനുപമയോട് പറയാണ്, അനു നീ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കാൻ എന്തിനാ പോയത്? ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോയതാണ്, പക്ഷെ നിങ്ങളുടെ അമ്മ സമ്മതിച്ചില്ല. കൈയെല്ലാം മുറിഞ്ഞ അച്ഛൻ എങ്ങനെയാണ് അതൊക്കെ അലക്കാൻ കഴിയുകയെന്ന് ചോദിക്കാണ്ട് അനുപമ. എന്ന് കരുതി ആ തുണിയിലുള്ള അഴുക്കെല്ലാം നിൻ്റെ മേലായിട്ടുണ്ടാവില്ലേ, അത് വെച്ചാണോ നീ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കാൻ കേട്ടോ. അത് കേട്ട് അനുപമ ആകെ സ്തംഭിച്ച് നിൽക്കാൻ കേട്ടോ. സ്വന്തം അച്ഛൻ്റെ വസ്ത്രങ്ങളാണല്ലോ താൻ അലക്കിയത്, ഇന്ദ്രേട്ടൻ്റെ മനസ്സും ഇത്ര സങ്കുചിതമായി പോയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് അനുപമ നിൽക്കുന്നത്. ഇതുമൂലം ഇനി ഇന്ദ്രനും അനുപമയും തമ്മിൽ വിള്ളലുണ്ടാക്കുമോ? ഇവരുടെ സംസാരം കേട്ട് വരുന്ന സുശീല പ്രശ്നം കൂടുതൽ വഷളാക്കുമോ? വീണ്ടും അടുത്ത കിടലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.